സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 3/2018 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 GK ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈയിലാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. ഇതൊരു എക്സാം പോലെ തന്നെ ഇതിൻ്റെ കൂടെ അറ്റൻഡ് ചെയ്ത് പോകാം. അടുത്ത ചോദ്യം, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? മാഹിയാണ്. മാഹി. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ബ്രഹ്മപുത്ര നദിയാണ് ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭാരതത്തിൻ്റെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അപ്പോൾ ഭാരതത്തിൻ്റെ ദേശീയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗംഗാ നദിയാണ് ഭാരതത്തിൻ്റെ ദേശീയ നദി. അപ്പോൾ ഭാരതത്തിൻ്റെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2008 2008 നവംബർ മാസത്തിലാണ് ഭാരതത്തിൻ്റെ ദേശീയ നദിയായിട്ട് ഗംഗാ നദിയെ പ്രഖ്യാപിച്ചത്. 2008 നവംബർ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദാ നദി. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? നർമ്മദാ നദിയാണ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. മധ്യപ്രദേശിലെ പന്നഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? പന്നഖനികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ പന്നഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? വജ്രത്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം. എവിടെയാണ്? മധ്യപ്രദേശിലെ പന്നഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനമാണ്? വജ്രം. അടുത്ത ചോദ്യം, ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം. ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം രാസവള വ്യവസായമാണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ചണ വ്യവസായം, രാസവള വ്യവസായം, പഞ്ചസാര വ്യവസായം, കടലാസ് വ്യവസായം. അപ്പം ഇതിൽ ധാതു അധിഷ്ഠിത വ്യവസായം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? രാസവള വ്യവസായമാണ്. ഇനി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം മുംബൈ സമ്മേളനമാണ്. മുംബൈ സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. മുംബൈ സമ്മേളനം. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ്? അഖിലേന്ത്യാ മുസ്ലിം ലീഗ്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണ്. ധാക്ക. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ്? ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ എന്ന് അറിയപ്പെടുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം കേസരിയാണ്. കേസരി. കേസരി എന്ന പത്രം ആരാണ് ആരംഭിച്ചത്? ബാലഗംഗാധര തിലകാണ്. കേസരി എന്ന പത്രം ഏത് ഭാഷയിലുള്ളതായിരുന്നു? മറാത്തി ഭാഷയിലുള്ളതായിരുന്നു. ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആണ്? ലാലാ ഹർദയാലാണ്. ലാലാ ഹർദയാലിൻ്റെ നേതൃത്വത്തിലാണ് ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത്.
1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? VK കൃഷ്ണമേനോൻ ആയിരുന്നു. VK കൃഷ്ണമേനോൻ. ദുർഗേശ് നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? നോവലിന്റെ പേര് ദുർഗേശ് നന്ദിനി. ആരുടെ നോവലാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ദുർഗേശ് നന്ദിനി. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? 1956 ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം 1956. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡയാണ്. നോയിഡ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായ മേഖലയാണ്. വ്യവസായ മേഖല. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ K. ജയകുമാർ ആണ്. മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? K. ജയകുമാർ. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം മണ്ണടിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മണ്ണടി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984 1984 സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ശെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ശെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ശെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. കുറ്റ്യാടി. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. 28ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് സർവവിദ്യാധിരാജൻ എന്ന് അറിയപ്പെടുന്നത്. മിശ്ര ഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാനാര്? മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. നമുക്കറിയാം ശ്രീനാരായണ ഗുരു സന്ദർശിച്ചിട്ടുള്ള ഏക വിദേശ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂറാണ്. കുന്നത്തൂർ താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം അഞ്ജു ബോബി ജോർജ് ആണ്. അഞ്ജു ബോബി ജോർജ്. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? VT ഭട്ടതിരിപ്പാട് പരിഷ്കരണം നടത്തിയത് എവിടെയാണ്? നമ്പൂതിരി സമുദായത്തിലാണ്. ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം ഏതാണ്? ഗാന്ധിജി വൈക്കത്തെത്തിയത് 1925 1925 ഗാന്ധിജി വൈക്കത്ത് എത്തിയത്. അടുത്ത ചോദ്യം,
കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. വൈക്കം സത്യാഗ്രഹത്തോടെ അനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാനാരാണ്? ഏത് സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ്? മന്നത്ത് പത്മനാഭനാണ് ഉത്തരം വരുന്നത്. മന്നത്ത് പത്മനാഭൻ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഏത് സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് എന്ന്? ഏത് സത്യാഗ്രഹമാണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചിട്ടാണ്. വൈക്കം സത്യാഗ്രഹം. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? കെ പി കേശവമേനോൻ്റെ നേതൃത്വത്തിലാണ്. ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ ഏത് വർഷമാണ്? 1916 മലബാറിൽ ആരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ്? അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെങ്ങാനൂരാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? വെങ്ങാനൂരാണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2002 ജനുവരി 26-നാണ്. 2002 ജനുവരി 26-നാണ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. 2002 ജനുവരി 26. കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? കണക്റ്റിംഗ് ഇന്ത്യ എന്നത് BSNLൻ്റെ മുദ്രാവാക്യമാണ് കണക്റ്റിംഗ് ഇന്ത്യ എന്നത്. അടുത്ത ചോദ്യം, ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയെ അംഗീകരിച്ചത് ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. 1950 ജനുവരി 24. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 3. ഇനിയെങ്കിൽ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 3-ലാണ്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടന ഭേദഗതി ഏതാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 42-ാം ഭേദഗതി പ്രകാരമാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42-ാം ഭേദഗതി. ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? മൗലിക അവകാശങ്ങളുടെ എണ്ണം 6ആണ്. മൗലിക ചുമതലകൾ എത്രയാണ്? 11 മൗലിക ചുമതലകളാണ് ഉള്ളത്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായരാണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വി ഹരി നായർ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യയിൽ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ലോകസഭാംഗം ആകുവാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. 25 വയസ്സ്.
ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-9. ഓപ്ഷൻ സി ആണ് ഉത്തരം. GSAT-9 ആണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? 2015-16 2023-24 സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാലും കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. കൊല്ലമാണ്. 2ാം സ്ഥാനം നേടിയത് തിരുവനന്തപുരമാണ്. 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. 2024 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ ആണ്. സൗദി അറേബ്യ. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാണ്? പ്രഥമ ONV പുരസ്കാര ജേതാവ് സുഗത കുമാരിയാണ്. സുഗത കുമാരി. താഴെ പറയുന്നവരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? ഇപ്പോൾ നിലവിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് പ്രേംകുമാർ ആണ്. താഴെ പറയുന്നവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആർദ്രം. 2017 അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തെരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. 2025 എവിടെയാണ് നടക്കുന്നത്? ഖത്തറിലാണ് നടക്കുന്നത്. ഖത്തർ. 2025 സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? സസ്യങ്ങളിലെ ശ്വസനവാതകം O2 ആണ്. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ. സങ്കരയിനം വെണ്ട ഏതാണ്? സങ്കരയിനം വെണ്ടയാണ് സൽകീർത്തി. സൽകീർത്തി എന്നത് ഏത് ഇനമാണ്? വെണ്ടയാണ്. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം ഏതാണ്? റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് മുതിര. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. വിറ്റാമിൻ എ, ഡി, കെ എന്നിവയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് കായിക പ്രജനനം. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്ക. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ഓപ്ഷൻ ബി ആണ് ചെറുകുടലാണ്. ചെറുകുടൽ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയമാണ്. ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം സോഡിയം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാരാണ്? ത്രികങ്ങൾ ഡോബറൈനർ ആണ്. ഡോബറൈനർ. ബലത്തിന്റെ യൂണിറ്റ് ആണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഇരുമ്പിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്. ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഏറ്റവും വലിയത് വ്യാഴമാണ്. വ്യാഴം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഓക്സിജൻ കണ്ടുപിടിച്ചതാരാണ്?
ജോസഫ് പ്രീസ്ലി ആണ്. ജോസഫ് പ്രീസ്ലി. പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ പ്രാഥമിക വർണ്ണമല്ലാത്തത് മഞ്ഞയാണ്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം എത്രയാണ്? വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം 340 മീറ്റർ/സെക്കൻഡ് ആണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവ്. ഗതികോർജത്തിന്റെ അളവാണ് താപം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഒരു ഉപകരണം ഏത്? രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഒരു ഉപകരണമാണ് ബാറ്ററി. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയത്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവര് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്